വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ട്രഡീഷണൽ ഡിഷായ മത്തി അടുക്കി പറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. മത്തി അടുക്കി പറ്റിക്കാനായിട്ട് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് 1/2 കിലോ ക്ലീൻഡ് മത്തിയാണ്. 1 കിലോ മത്തിയാണ് ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത ശേഷം ഏകദേശം 1/2 കിലോ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അപ്പോൾ ചതയ്ക്കാനായിട്ട് മിക്സി ജാറിലേക്ക് വറ്റൽമുളകും പിരിയൻ മുളകും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത് ഒരു 12 എണ്ണം ഉണ്ട്. പകുതി പിരിയൻ മുളകും പകുതി വറ്റൽമുളകും കൊണ്ടാണ് എടുത്തേക്കുന്നത്. ഇത് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ലൈറ്റായിട്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. 1/4 കപ്പ് ചുവന്നുള്ളി, ഒരു 12 അല്ലി വെളുത്തുള്ളി ഇവിടെ ചതച്ചെടുക്കുക. ഇതേപോലെ ലൈറ്റായിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില സ്പ്രെഡ് ചെയ്യുക. പച്ചമുളക് കീറിയിടാം. അത് എരിവ് കണക്കാക്കി എടുക്കാം. ഞാനൊരു 3 പച്ചമുളക് എടുത്തേക്കുന്നത്. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുളി വെള്ളത്തിലിടണം. നമ്മൾ ഇതേപോലത്തെ മീൻ പുളി അല്ലെങ്കിൽ തോട്ടുപുളി കീറിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കുക. അതൊരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അത് കഴിഞ്ഞ് വേണം ഈ മിക്സിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പോൾ ചെയ്യണം. ഇനി ഇതിലേക്ക് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ സ്ലൈസ് ചെയ്തത് വെതറിയിടാം. നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചറിൻ്റെ പകുതി താഴെ ഇടാം. ഇനി അടുത്തായിട്ട് മത്തി ലെയർ ചെയ്തങ്ങ് കൊടുക്കുക. അപ്പം ഞാനിവിടെ മിക്സ് ചെയ്ത് 2 മുളകും ചേർത്തെങ്കിൽ നമുക്ക് ഏതാ വെള്ളം ഉള്ളത് വെച്ചാൽ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് നല്ല നിറത്തിനും അധികം എരിവും ഇല്ലാണ്ടിരിക്കാനായിട്ടാണ് പിരിയ മുളകും കൂടെ ചേർത്ത് ഉപയോഗിച്ചേക്കുന്നത്. വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. കറിവേപ്പില, ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ കുറച്ച്, ഇനി വീണ്ടും ഇതേപോലെ മത്തി. പക്ഷേ വലിയ മത്തിയൊക്കെ ആണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തോ അല്ലെങ്കിൽ വരഞ്ഞിട്ടോ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ചേർക്കാം. വീണ്ടും കറിവേപ്പില, നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ബാക്കി മൊത്തം ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഒരു 1.25 ടീസ്പൂൺ ഉപ്പ്. ഈ പുളി വെള്ളത്തോടുകൂടെ തന്നെ ചേർക്കാം. പുളി നമ്മൾ കീറിയിട്ടേക്കാണല്ലോ, അത് വെള്ളത്തോടുകൂടെ തന്നെ ചേർക്കുക. ഇച്ചിരി കൂടെ വെള്ളം വേണം. എല്ലാം കൂടെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വെള്ളമുണ്ട്. നമ്മൾ ഏകദേശം എല്ലാം കൂടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് പറ്റിക്കും. പറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുക പറയാം. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഇത് അടുക്കി പറ്റിക്കുക എന്ന് പറയും. ഇനി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെതറിയിടാം. അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വെതറിയിടാം. ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാവുന്നൊരു ഡിഷ്. നമ്മൾ കുക്കിംഗ് ഇല്ല, എണ്ണയില്ല. എണ്ണ നമ്മൾ ലാസ്റ്റ് കുറച്ച് ഒഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തിയർ ഒരു ഡിഷാണ്. ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ നല്ലൊരു തിള വന്ന ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇവിടെ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങി. ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആവാം. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനകത്ത് വെള്ളം കുറച്ചുകൂടെ പറ്റണം. ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്.
തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്റ്റേജായി. ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം. കാരണം ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് പിന്നെ ഒരു പറ്റും, ചൂടുണ്ടാവും. ഇടയ്ക്ക് മാത്രം ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, അടിക്ക് പിടിക്കാണ്ടിരിക്കാനായിട്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ചേർക്കുക. നമുക്ക് നോക്കുമ്പോൾ കാണാം മീനൊന്നും പൊടിയാണ്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ വളരെ എളുപ്പം, അധികം വഴറ്റിലൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ട്രഡീഷണൽ ഡിഷാണ് മത്തി അടുക്കി പറ്റിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.